ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛൻ്റെ വാക്കും കേട്ട് അനന്തപുരിയിലേക്ക് അടിമുടി മാറി വന്നിരിക്കുകയാണ് നമ്മുടെ അവന്തിക മോള്. ജലജ അടുക്കളയിലേക്ക് വന്നപ്പോൾ പതിവില്ലാതെ അടുക്കളയിൽ നിന്ന് ചായ ഇടുന്നു അവന്തികയെ കണ്ടപ്പോഴേക്കും നീ എന്താ അടുക്കളയിൽ നിന്ന് ചോദിച്ചു. ഞാൻ ചായ ഇടുമായിരുന്നു. നീയോ? അതെന്താ ഞാൻ ചായ ഇട്ടാൽ ഇവിടെ ആരും കുടിക്കത്തില്ലേ എന്ന് അവന്തികയുടെ വക ഒരു ചോദ്യം. കുടിക്കാവുന്ന രീതിയിൽ ഇട്ടാൽ എല്ലാവരും കുടിക്കുമെന്ന് പറഞ്ഞു ജലജ. ഒരു ചായ ഇടുന്നത്രല്ല ആനക്കാരുമൊന്നും അല്ലാന്നും അതുപോലെ എന്നെ അമ്മ ഇനി പാചകം കൂടി പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അവന്തിക. നിനക്ക് ഇങ്ങനെ നല്ല ബുദ്ധിയൊക്കെ തോന്നുന്നതിന് എന്താ മോളെ കാരണമെന്ന് ജലജ ചോദിക്കുമ്പം, അല്ല അമ്മ ഇപ്പോൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, അപ്പം പിന്നെ അമ്മയൊന്ന് സഹായിക്കാമെന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പം ഇനിയിപ്പോൾ എൻ്റെ കഷ്ടപ്പാടൊക്കെ അങ്ങ് കുറയുമല്ലോ. എൻ്റെ മരുമോളാണെങ്കിൽ സംശയമൊക്കെ മാറ്റി അബിയെ നന്നായി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ജലജ. അതുമാത്രമല്ല ആ ടെൻഷനൊക്കെ അങ്ങ് ഒഴിഞ്ഞു പോയില്ലേ. അതുകൊണ്ട് ഇനി ആ ഏട്ടത്തി എന്ന് പറയുന്നവളെ കൂടുതൽ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പം ഇത് അമ്മായി കേൾക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു അവന്തികയെ. അമ്മയുടെ മോൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്കറിയാം, അത് അമ്മയ്ക്കും അറിയാം. പിന്നെ ഇനി ഏട്ടനെ കൂടുതൽ വെളുപ്പിക്കാൻ ശ്രമിച്ചാലേ അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല, പറഞ്ഞേക്കാമെന്നും പറഞ്ഞ് അവന്തിക പറയുമ്പം അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടും ഘട്ട തരത്തിൽ നടക്കുന്നതെന്ന് ജലജ പറയുമ്പോൾ അതാട്ടോ തൽക്കാലം നല്ലതെന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴും അനഘ എന്ന പെൺകുട്ടി ജീവനോടെ ഇരിക്കുകയാണെന്നും അതുമാത്രമാണോ? പിന്നെ ഇതൊരു വഴക്കായി തീർന്നിട്ട് നിയമപരമായി ഇതിനെ ആദർശേട്ടൻ നേരിട്ടാലുണ്ടല്ലോ കോടതി പ്രൂവ് ചെയ്യും ചന്തുമോൾ അഭിയേട്ടൻ്റെ കുട്ടിയാണെന്നുള്ളത്. അപ്പോൾ എടി ഒന്ന് പതുക്കെ പറയടി, ഇനി അത് കേട്ടാൽ മതി ഒരുത്ത് വീടെടുത്ത് തലയിലോട്ട് വെക്കാനെന്ന് ജലജ. പിന്നെ ആ കനക ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞതിന് ശേഷമേ ഭയന്ന് വരച്ച ഞാനും അബിയൊക്കെ ഇവിടെ നടന്നിരുന്നതെന്ന കാര്യവും പിന്നെ എന്ന് വെച്ചാലേ അവൾ പോയി തൂങ്ങിച്ചാവുമെന്നുള്ള പേടിയൊന്നും ആയിരുന്നില്ല, അബിയെ കൊല്ലുമെന്നായിരുന്നു എൻ്റെ അബിയുടെ ഒക്കെ പേടി. അങ്ങനെയൊന്നും സംഭവിക്കാതിരുന്നത് മഹാഭാഗ്യമാണെന്ന് കരുതിയാൽ മതിയെന്ന് അവന്തിക പറഞ്ഞിട്ട് ചായയായിട്ട് അവന്തിക അവിടെ നിന്ന് അങ്ങ് പോവുക. ഈ സമയത്ത് നമ്മുടെ അനി അവിടെ നിൽപ്പുണ്ട്. അനിക്ക് കൊണ്ടു കൊടുക്കാൻ അവന്തിക കൊണ്ടുവന്നത്. അപ്പോൾ അനിയേട്ടാ ഞാനിട്ട ചായ ഒന്ന് കുടിച്ച് നോക്കിയെന്ന് പറഞ്ഞ് കൊണ്ടേ കൊടുക്കണു. അപ്പം നീ ചായയൊക്കെ ഇടാൻ തുടങ്ങിയോന്ന് ചോദിച്ചാൽ അനി. അപ്പോൾ എന്നും എല്ലാവരും കൂടെ കാണില്ലല്ലോ അനിയേട്ടാ, അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കണ്ടേന്ന് അവന്തിക ചോദിക്കുക. അങ്ങനെ അനി ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ അവന്തിക ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ആ ഒരു റിപ്ലൈ കേൾക്കാനായിട്ട്. ഈ ചായയിൽ എന്താ ഏലക്ക ഇട്ടോ? അപ്പോൾ ഇത് എൻ്റെ വക ഒരു സ്പെഷ്യൽ ബൂസ്റ്റർ ചായയാണെന്ന് കൂട്ടിക്കൊള്ളാൻ അവന്തിക പറയുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അതെ, ഞാനിവിടെ വന്നതിന് ശേഷം പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായി. അതിനൊടുവിൽ അനിയേട്ടൻ കമ്പനിയുടെ MD ആയി. അതോടെ എനിക്ക് മിണ്ടാനും പറയാനും ആരും ഇല്ലാതായെന്നൊക്കെ അനിയോട് പറയുക അവന്തിക. പതുക്കെ നൈസായിട്ട് അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അനിയേട്ടനറിയാമല്ലോ എൻ്റെ ഏട്ടനോടും അമ്മയോടും സഹകരിക്കാൻ കൊള്ളത്തേയില്ല. പിന്നെ ആദർശനും നയനേടത്തിയൊന്നും ഇവിടെ ഇല്ല. ആകെ കൂടെ മിണ്ടാനും പറയാനും പറ്റുന്നത് വല്യമ്മയോട് മാത്രമാണെന്നും ഇടയ്ക്കൊക്കെ കമ്പനിയിലോട്ട് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോയി കൂടെ എന്നൊക്കെ അവന്തിക ചോദിച്ചു. അപ്പം ഞാനതിനടി കൊണ്ടുപോകുന്നേ, നിനക്ക് വന്നൂടെ, അത് നിൻ്റെയും കൂടി സ്ഥാപനമല്ലേ എന്ന് ചോദിച്ചു അനി. അപ്പം എന്നാൽ ശരി എന്നാൽ ഞാൻ ഇനി ഇടിച്ചു കയറി വന്നോളാമെന്നും അവന്തിക പറഞ്ഞു. അപ്പോൾ ഇടിച്ചു കയറി ഒന്നും വരണ്ട, നീ നേരായ മാർഗത്തിൽ അങ്ങ് വന്നാൽ മതിയെന്ന് അനി അന്നേരം പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പം അല്ല നിനക്ക് MD കസേരയിൽ ഇരിക്കണമെന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ. അല്ല നീ MBA ഒക്കെ കഴിഞ്ഞല്ലേ, MBA കഴിഞ്ഞെന്ന് വെച്ച് എൻ്റെ MD കസേരയിൽ എനിക്ക് കയറി ഇരിക്കാൻ പറ്റുമോ? പിന്നെ എനിക്കൊന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പം അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയുവാണ് അനി. നോക്കട്ടെ അവന്തിക. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അനിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്ത്? കുറച്ച് ദിവസമായിട്ട് ഞാനത് വിചാരിക്കുന്നുണ്ട്. എന്ത് കാര്യമാണ്? അനിയേട്ടൻ്റെ ഈ ഡ്രസ് കോഡൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ എന്ന് അവന്തിക പറയാം. അതുപോലെ തന്നെ ഈ ഹെയർ സ്റ്റൈലും എല്ലാം ഒന്ന് മാറ്റിയാൽ കൊള്ളായിരുന്നു. ഇപ്പം സാമാന്യം തരക്കേടില്ലാതെയല്ലേ ഞാൻ പോകുന്നത്. എന്നാലും ഇതൊന്നും പോരൻ്റെ അനിയേട്ടാ, കുറച്ചുകൂടിയൊക്കെ അനിയേട്ടൻ മാറാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പം തൽക്കാലം ഇത്രയൊക്കെ മതിയെന്ന് പറഞ്ഞു അനി. ആദർശേട്ടനെ കണ്ടു വളർന്ന ആളാണ് അനിയേട്ടൻ. എന്നിട്ടും ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ആദർശേട്ടനെ അനുകരിക്കാനൊന്നും പറ്റിയിട്ടില്ല. ആദർശേട്ടൻ എത്ര നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യുന്നേ. എടി ആദർശേട്ടൻ എന്നെക്കാളും കുറച്ചുകൂടെ ഹാൻഡ്സും അല്ലേ, എൻ്റെ ശരീരത്തിന് ചേരുന്ന രീതിയിലാണ് ഞാൻ ഡ്രസ്സ് ചെയ്ത് പോകുന്നതെന്ന് പറയുമ്പം എന്നാലും കുറച്ചുകൂടിയൊക്കെ മാറാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അവന്തിക. തൽക്കാലം ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അനി. പിന്നെ നിൻ്റെ ചായ എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സമയത്ത് ഇങ്ങനെ ഒരു ചായ ഇട്ട് തന്നതിന് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ അനി ആ കപ്പും തിരിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം അനിയേട്ടന് പറ്റിയ 1-2 ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ വിഷമമൊക്കെ മാറിയോന്ന് ചോദിച്ചു. അല്ല നവീൻ കല്യാണത്തിന് താല്പര്യമില്ലാന്ന് പറഞ്ഞ ശേഷം ഡെസ്പായിട്ടായിരുന്നല്ലോ നടന്നത്. അതൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അയാളോട് പോകാൻ പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് അങ്ങ് പോയി. അവന്തിക അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, മനസ്സിലായതുമില്ല, പാവം ഇങ്ങനെ നിൽക്കുക.
അത് കഴിഞ്ഞ് പിന്നെ ആദർശ് ആ ഒരു ഡേവിഡിൻ്റെ കൂട്ടുകാരൻ നാഗേന്ദ്രൻ താമസിക്കുന്ന ആ ഹോട്ടലിൽ ചെന്നു. അപ്പോൾ അവിടുത്തെ ലേഡി സ്റ്റാഫും ഉണ്ട്. സാർ, നാഗേന്ദ്രൻ ഡേവിഡ് സാറ് പറഞ്ഞതുകൊണ്ടാട്ടോ റൂം തരുന്നത്, അപ്പോൾ നല്ല തിരക്കുള്ള സമയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി ഇങ്ങനെ പറയുമ്പം കാശ് വേണമെങ്കിൽ കുറച്ച് അധികം തരാമെന്നും എന്നാലും ഒരിടത്ത് താമസിക്കണമെന്ന് തീരുമാനിച്ചാൽ നടക്കണമെന്നും ആദർശ് പറയുവാണ്. അല്ലെങ്കിൽ ഒരു തൃപ്തി കുറവാണെന്നും. സാർ, ID കാർഡ് തരാൻ പറയുമ്പം തരാമെന്നും പറഞ്ഞ് നമ്മുടെ ആദർശ് സിംഗിൻ്റെ ID കാർഡും എടുത്തു കൊടുത്തു. അങ്ങനെ ആ ID കാർഡും കൊടുത്ത് അദ്ദേഹം അതവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേ വരുന്നു നമ്മുടെ നാഗേന്ദ്രൻ മാസ്ക് ഒക്കെ വെച്ച് അങ്ങോട്ട്. അപ്പോൾ ആദർശ് അവിടെ നിന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഇയാളങ്ങ് കയറി വന്നപ്പം പുറത്തുള്ളവർക്ക് എന്തിനാ ഇവിടെ റൂം കൊടുക്കുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ മുഖം മറച്ചിങ്ങനെ കയറി പോകുക കേട്ടോ. അപ്പോൾ മുഖം മറിച്ച് അയാൾ കയറി പോകുന്നു. ആദർശാണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാറിന് റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ആളും ആയിട്ട് നമ്മുടെ ആദർശ് ഈ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ ആദർശ് റൂമിലേക്ക് പോവുകയും ഇയാൾ ആ തൊട്ടരികിൽ നിൽക്കുകയാണ്. കണ്ടു കണ്ടില്ല, തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇയാൾ അന്നേരത്തേക്കും അവർ ചെല്ലുന്നത് കണ്ട് ഒളിച്ചു നിൽക്കുന്നു. ഒളിച്ചു നിന്ന സമയത്ത് ആദർശൊക്കെ ഒരു ലിഫ്റ്റിൽ കയറി അങ്ങ് പോയി. ഇയാൾ എന്നിട്ട് പതുങ്ങി വന്ന് ആ ലിഫ്റ്റിൻ്റെ അവിടെ അങ്ങനെ നിൽക്കുക. അതിനുശേഷം പേടിച്ച് ഇങ്ങനെ നിൽക്കുന്നു, ആരെങ്കിലും കാണുമോ എന്താ എന്നൊക്കെയുള്ളൊരിതിൽ. അതിനുശേഷം ആദർശിനെ ആ റൂമിൽ കൊണ്ടുവന്നാക്കി അവിടുത്തെ ബോയ് താങ്ക് യു ഒക്കെ പറഞ്ഞ് ചെറിയൊരു ടിപ്പൊക്കെ കൊടുത്ത് ആദർശ് അയാളെ പറഞ്ഞും വിട്ടു. അതിനുശേഷം നമ്മുടെ ആദർശ് മുറിയിലൂടെ ഇങ്ങനെ നടക്കുക, തലയിലുണ്ടായിരുന്ന കെട്ടൊക്കെ അഴിച്ചു വെച്ചു, ഒരു ദീർഘനിശ്വാസമൊക്കെ ഇട്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന അവിടുത്തെ മാനേജർ ഇയാൾ വിളിപ്പിക്കും, നാഗേന്ദ്രൻ. അയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആരാടോ ഇത്, ഇന്ന് റൂം എടുത്ത പഞ്ചാബി ആരാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. അപ്പോൾ സാറേ, അത് നമ്മുടെ ഒരു കസ്റ്റമർ ആണെന്ന് പറഞ്ഞു. കസ്റ്റമറോ? ജഗദീപ് പഞ്ചാബിയാണ് എന്നൊക്കെ പറയുമ്പം എടോ, പഞ്ചാബി ആയാലും ആസാമി ആയാലും പരിചയമില്ലാത്തവർക്കൊക്കെ റൂം കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പരിചയമുണ്ട് സാർ, ഡേവിഡ് സാറാണ് അദ്ദേഹത്തിന് റൂം കൊടുക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഓ ഇവൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞു നാഗേന്ദ്രൻ. അയാൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അയ്യോ സാറേ, അത് എടോ തനിക്ക് ഇവിടുത്തെ ഹോട്ടലിന് മാനേജറായി ജോലി നോക്കണോ അതോ അയാളെ ഇവിടെ താമസിപ്പിക്കണമെന്ന് ചോദിച്ചു. അത് പിന്നെ സാറേ, അയാളെ ഒഴിവാക്കിയാൽ ഡേവിഡ് സാറിന് അത് മോശപ്പേരാവില്ലെന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടിപ്പോകരുത്, ഡേവിഡ് എന്നല്ല ആര് പറഞ്ഞാലും എൻ്റെ വാക്കാണ് ഇവിടുത്തെ അവസാന വാക്ക്, തനിക്കത് അറിയില്ലടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയാമെന്ന് പറഞ്ഞു. ഈ ഹോട്ടൽ AN ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ, പിന്നെ എൻ്റെ കെയർ ഓഫിൽ വരുന്ന മറ്റു ചിലരും. ഒരബദ്ധം പറ്റിയതാണ് സർ, ക്ഷമിക്കണം. ഇനി അയാളോട് എന്ത് പറയുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എന്തു പറഞ്ഞാലും കൊള്ളാം, 10 മിനിറ്റിനുള്ളിൽ അയാൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞിരിക്കണം. വേണമെങ്കിൽ അയാൾ തന്ന തുകയുടെ ഇരട്ടി തുക കൊടുക്കാമെന്നും പറയണം. അപ്പോൾ അദ്ദേഹത്തിന് പൈസയ്ക്ക് പ്രശ്നമുള്ള ആളായിട്ട് തോന്നുന്നില്ല എന്ന് പറയുമ്പം എടോ, കള്ളം പറയാനുള്ള അത്യാവശ്യ കഴിവൊക്കെ തനിക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് തന്നെ ഇവിടെ മാനേജറാക്കി വെച്ചിരിക്കുന്നത്. എനിക്കൊപ്പം നിൽക്കുന്ന എല്ലാവരും ആ മിടുക്കുള്ളവരാണെന്നും നാഗേന്ദ്രൻ പറയണം. ഞാൻ പോലും അധികം പുറത്തേക്കൊന്നും പോവാറില്ല, ഏത് നേരവും ഈ മുറിക്കുള്ളിൽ തന്നെയാണ് കഴിയുന്നതെന്ന് ഇയാൾ പറയുക. പുറത്തേക്ക് പോകുമ്പോൾ പരമാവധി മുഖം മറച്ചാണ് പോകുന്നതും. അത്രയ്ക്ക് രഹസ്യ സ്വഭാവമുള്ളൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ ആ സിക്കുകാരനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കാം സാർ എന്ന് പറഞ്ഞു. പക്ഷേ പഞ്ചാബി ആയതുകൊണ്ട് ഇനി എന്തെങ്കിലും ഉടക്കുണ്ടാക്കുമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം എവിടെ നിങ്ങൾ ആദ്യം അവരോട് മാന്യമായി കാര്യം പറയണം, അതുകൊണ്ട് നടക്കുന്നില്ലെങ്കിൽ ഭാഷ മാറ്റണമെന്ന് പറഞ്ഞു. അതിലും രക്ഷയില്ലെങ്കിൽ അവസാനം തല്ലു കൊടുക്കണം, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മാനേജർ ഇയാൾ പറഞ്ഞു വിട്ടു. ആ സമയം കൊണ്ട് ആദർശ റൂമിൽ ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഫോണിൽ. അപ്പോഴേക്കും വന്ന് കോളിംഗ് ബെൽ അടിച്ചു. ആദർശ തൻ്റെ തൊപ്പിയൊക്കെ വെച്ചു, എല്ലാം സെറ്റാണെന്ന് മനസ്സിലാക്കി ഇറങ്ങി ചെല്ലുന്നു. അപ്പം സാർ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഒരു വിവാഹ പാർട്ടിക്ക് ഹോട്ടൽ ബൾക്കായിട്ട് ഓർഡർ കൊടുത്തിരിക്കുകയായിരുന്നു, അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ക്യാൻസലായി പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് സാറ് റൂം ചോദിച്ചപ്പോൾ ഞാൻ തന്നതെന്നൊക്കെ ഈ മാനേജർ പറയും കേട്ടോ. ആദർശ് ഇങ്ങനെ നോക്കുവാണേ. പിന്നെ ഡേവിഡ് സാറിൻ്റെ റെക്കമെൻഡേഷനും ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അവർ പറയാം അവരുടനെ ഇങ്ങോട്ട് എത്തും എന്നുള്ളത്. അപ്പോൾ അല്ല, അതിന് എല്ലാ റൂമും കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആദർശ് ചോദിച്ചു. ഞാൻ റൂം എടുത്ത സ്ഥിതിക്ക് എന്നെ കൂടി അക്കോമഡേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പം അത് ബുദ്ധിമുട്ടാണ് സാർ എന്ന് ഇയാൾ പറയണേ. ഈ ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ MDയുടെ അടുത്ത റിലേറ്റീവ് ആണെന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ MDയുടെ കോൺടാക്ട് നമ്പർ ഇതാ, ഞാൻ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ആദർശ്. അപ്പോൾ സാർ വിളിച്ചാലും പ്രയോജനമൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ വിവാഹ പാർട്ടി വരുമോ എന്ന് കൺഫേം ചെയ്യാതെ റൂം തന്നതിന് എന്നെ വഴക്ക് പറയാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഡേവിഡ് സാറ് പറഞ്ഞപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ്, അതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെയെന്ന് ചോദിച്ചു ആദർശ്. അല്ല, ഈ റൂമല്ലെങ്കിൽ മറ്റൊരു റൂം ഒരു തന്നാലും മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് തന്നെ ബുദ്ധിമുട്ടിയാണ് സാർ തന്നതെന്ന് പറഞ്ഞ് ഇയാൾ കിടന്ന് ഉരുണ്ട് കളിക്കുക. ഇനി തരാൻ റൂമൊന്നും ഒഴിവില്ല സാർ, അതുകൊണ്ട്
തൽക്കാലം ഇന്നൊരു ദിവസം സാർ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല, ഈ നാളെ ഇവിടെ റൂം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പം അതൊന്നും പറയാൻ പറ്റത്തില്ല സർ, സാറൊന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയാം. ഇത് ഒരുമാതിരി ചീറ്റിംഗ് ആയി പോയിട്ടോ എന്ന് പറഞ്ഞപ്പോൾ സോറി സാർ, അറിഞ്ഞുകൊണ്ടല്ല. അപ്പം ശരി എന്നാൽ പിന്നെ ഞാൻ വേറെ വഴി നോക്കിക്കോളാമെന്ന് പറഞ്ഞു. താങ്ക് യു സാർ. അല്ല, ഞാൻ ബുക്ക് ചെയ്ത എമൗണ്ട് റീഫണ്ട് ചെയ്യല്ലോ അല്ലേ? അപ്പം അതെന്തൊരു ചോദ്യം സാർ, റീഫണ്ട് ചെയ്തോളാമെന്ന് പറഞ്ഞു. ആ ശരി എന്നും പറഞ്ഞുകൊണ്ടതേ അയാൾ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദർശിന് കാര്യം മനസ്സിലായി. ആദർശ് വേഗം വാതിലടച്ചു, കുറ്റിയിട്ടു. അവന്മാരൊത്തു കളിക്കുന്നതാണെന്ന് ആദർശിന് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ ആദർശിന് എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. തലയിലെ തൊപ്പിയൊക്കെ അഴിച്ച് ആദർശ് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അതിനുശേഷം ആദർശ് ഫോൺ എടുത്ത് നന്ദുവിനെ വിളിച്ചിട്ട് നന്ദു, ഈ ഹോട്ടലിൽ വന്ന് ഞാൻ റൂം എടുത്തതും വെക്കേറ്റ് ചെയ്യുന്നതും ഒരുമിച്ചായി എന്ന് ആദർശ് പറയും. അതെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ റൂം എടുത്തതിന് ശേഷമാണ് മാനേജർക്ക് ബോധോദയുണ്ടായത്. ഒരു വിവാഹ പാർട്ടിക്ക് റൂമെല്ലാം ബുക്ക് ചെയ്തിരുന്നു എന്ന്. അത് അയാൾക്ക് നേരത്തെ അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇതൊക്കെ കളികളല്ലേ നന്ദു, ഞാനിവിടെ റൂം എടുത്തതിന് ശേഷമായിരിക്കും അവൻ്റെ ബോസ് വിളിച്ചു പറഞ്ഞത് പുറത്തുനിന്നുള്ള ആർക്കും ഇവിടെ റൂം കൊടുക്കരുതെന്ന്. അപ്പം പിന്നെ അവിടെ താമസിക്കുന്ന മറ്റാൾക്കാരോ, അവരൊക്കെ ഈ ഹോട്ടലിൻ്റെയും AN ജ്വല്ലറിയുടെ യഥാർത്ഥ മുതലാളിയുടെയും ചാരന്മാരായിരിക്കും എന്നുള്ള കാര്യവും ആദർശ് നന്ദുവിനോട് പറയുക. ആ AN ജ്വല്ലറിയുടെ MD ഉണ്ടല്ലോ, അയാൾ ഇവിടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് ആദർശ് പറയുന്നു. അതുകൊണ്ട് ഈ ഹോട്ടലിലേക്ക് എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഞാൻ എൻ്റെ വഴിക്കും കാര്യങ്ങൾ അന്വേഷിച്ചോളാമെന്നും ആദർശ് നന്ദുവിനോട് പറയുകയും ചെയ്തു. ഈ ചുവരുകളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോൾ ഇവിടെ ക്യാമറയും റെക്കോർഡിങ്ങുകളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പം ശരി ആയിക്കോട്ടെ ആദർശ് ചേട്ടാ, ഇപ്പം നന്ദു വെക്കല്ലേ. പിന്നെ നയനയുടെ 3-ാം മാസത്തെ ചടങ്ങ് നടക്കാൻ പോവുക, തലേദിവസം തന്നെ അങ്ങ് എത്തിയേക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഈ ജോലി ആയതുകൊണ്ടേ തലേദിവസം വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, എന്തായാലും അന്ന് രാവിലെ ഞാൻ അവിടെ എത്തിക്കോളാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ നന്ദു ഇരുന്നിങ്ങനെ ആലോചിക്കുക. പിന്നെ നമ്മുടെ ആദർശ് അവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുന്നു. അത് കഴിഞ്ഞ് രാത്രിയായി. അനന്തപുരിയിൽ നമ്മുടെ മുത്തശ്ശൻ അവിടെ ഇങ്ങനെ ഇരുന്നൊരു മാല നെക്ലേസ് ഏതാണ്ട് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് ചെന്നു. ആർക്കാ ഈ നെക്ലേസ് എന്ന് ചോദിച്ചു. അപ്പോൾ വേറെ ആർക്കാടോ, എൻ്റെ നയനമോൾക്ക് വേണ്ടി തന്നെയാണെന്ന് മുത്തശ്ശിയോട് പറയാം. 3-ാം മാസത്തെ ചടങ്ങിന് താൻ ഇത് കൊണ്ടുപോയി മോളുടെ കഴുത്തിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് ഇദ്ദേഹത്തിന് തന്നെ അങ്ങ് ഇട്ട് കൊടുത്തൂടെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാനായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോടോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. ഇപ്പം മുത്തശ്ശിക്ക് അത് ഒരുപാട് ഇഷ്ടമായി. മുത്തശ്ശി ഇങ്ങനെ ഒത്തിരി ഇഷ്ടത്തോടെ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. അവിടെ നല്ല ഭംഗിയുണ്ട് എന്നും പറഞ്ഞു. ഇത് മോക്ക് നന്നായി ചേരുമെന്നും പിന്നെ ഈ കുടുംബത്തിൽ ഞാനും അതുപോലെ നമ്മളെല്ലാവരുമായിട്ട് അടുത്തിടപഴകി ജീവിച്ചവരാ, അതുകൊണ്ട് അത്യാവശ്യം ആഭരണങ്ങളെ പറ്റി നല്ല ബോധമൊക്കെ ഉണ്ട് എനിക്ക് എന്നൊക്കെ പറയുമ്പം എനിക്ക് ഇതുവരെ ഇത്രയും നല്ലതൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് മുത്തശ്ശി. ഈ ആഭരണം നല്ല ഭംഗിയുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പം ആഹാ ഈ പ്രായത്തിൽ തനിക്കിപ്പം ഇനി ഇത് വേണോ? എടോ, തൻ്റെ കുറച്ച് പഴയ സ്വർണ്ണം എടുത്തിട്ടാണ് ഞാനിത് പണിയിച്ചതെന്ന് മുത്തശ്ശിയോട് പറയാം. ഇദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ കൊച്ചുമോനും അവൻ്റെ ഭാര്യയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. ഞാനേ ഇത് ദേവയാനിയെ മറ്റുള്ളവരെയും കൊണ്ടുപോയി കാണിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വാങ്ങിയതാണെന്നും പറഞ്ഞാണോ താനിത് കാണിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പം അങ്ങനെ തന്നെ, താമരത്ത് തമാശയ്ക്ക് പോലും ഇങ്ങനെ പറയരുത് കേട്ടോടോ എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു. 3-ാം മാസത്തെ ചടങ്ങിന് എല്ലാവരും പോകുമ്പോൾ ഇദ്ദേഹം ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ മനസ്സ് അവിടെയാടും. അപ്പം മുത്തശ്ശി ഒന്ന് ചിരിച്ചു. എന്നാൽ പിന്നെ എല്ലാവരും കൊണ്ട് കാണിക്കേ ചെല്ല്, അതിനിടയ്ക്ക് ഞാൻ അങ്ങ് വന്നോളാമെന്ന് പറഞ്ഞു. അതെന്തിനാണെന്ന് ചോദിച്ചു. അതൊക്കെയോ ഉണ്ടടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി അവിടുന്ന് പോയി. മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് അതിനൊക്കെയുള്ള ഈ മാല അമ്മ കൊണ്ടേ കാണിച്ചു. ദേവയാനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും ജലജ ഇത് കണ്ടുകൊണ്ട് ഒന്ന് വെള്ളം ഇറക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നല്ല ഭംഗിയുണ്ടല്ലോ. അമ്മേ ഇത് എവിടുന്ന് വാങ്ങിയേ എന്ന് ജയൻ ചോദിച്ചേ. അപ്പോൾ അതൊക്കെ ഉണ്ട്, എൻ്റെ പഴയ കുറച്ച് സ്വർണം കൊടുത്തിട്ട് ഞാനിത് പണിയിച്ചെടുത്തതാ, അല്ലാതെ ഒരു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയതല്ല എന്ന് മുത്തശ്ശി പറയാം കേട്ടോ. അപ്പോൾ നല്ല മനോഹരമായ ഡിസൈൻ ആണല്ലോ അമ്മേ എന്നും ദേവയാനി പറഞ്ഞു. പിന്നെ നയനമോൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഭംഗി വേണ്ടേ ദേവയാനി എന്ന് മുത്തശ്ശി ചോദിക്കുക. നീ ഒന്ന് കഴുത്തിൽ വെച്ച് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ദേവയാനി ഇത് കഴുത്തിൽ വെച്ച് നോക്കിയപ്പോൾ ജലജ എത്തി വലിഞ്ഞിങ്ങനെ നോക്കുക. ഭയങ്കര ഭംഗി, ഭയങ്കര രസം. അതുകൊണ്ട് എൻ്റെ പൊന്നോ എന്തൊരു ഭംഗിയാ, സ്വർണത്തെക്കാളും വിലയായി കാണും ഇതിൻ്റെ പണിക്കൂലിക്ക്. അവളുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അതെ ഭർത്താവേ ഒന്ന് നോക്കിക്കേ, ഇതുവരെ ഇത്രയും ഭംഗിയുള്ള ഒരു നെക്ലേസ് എനിക്ക് വാങ്ങി തരാനായിട്ട് ചേട്ടന് പറ്റിയിട്ടുണ്ടോ എന്ന് ദേവേനെ ചോദിക്കുമ്പം ഈ നെക്ലേസ് ഇടേണ്ട പ്രായം അല്ലല്ലോ, ആണോ? എങ്കിലും അങ്ങനെ ഒരു പ്രായത്തിലൂടെ കടന്നു പോയ ആൾ തന്നെയല്ലേ ഞാനും. പിന്നെ എന്നും പറഞ്ഞ് ജലജ അന്നേരം അവിടെ അങ്ങനെ നിൽക്കുക. അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. മുത്തശ്ശി ആദ്യം മുന്നേ വിട്ടു, പിന്നാലെ
ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. മുത്തശ്ശൻ ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റു. എന്താ ഇവിടെ എന്നും ചോദിച്ചാൽ വരുന്നതേ. അപ്പോൾ ഇതേ നോക്കച്ചാ 3-ാം മാസ ചടങ്ങിന് നേനയ്ക്ക് കൊടുക്കാൻ അമ്മ വാങ്ങിയ നെക്ലേഴ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം ഈ വീട്ടിലെല്ലാവരും മൂർത്തി ട്രസ്റ്റിലെ അംഗങ്ങളായതുകൊണ്ട് ഇഷ്ടം പോലെ പണമുണ്ട് എല്ലാവരുടെ കയ്യിലും എന്ന് മുത്തച്ഛൻ ഇങ്ങനെ പറയുക. പ്രത്യേകിച്ച് ഇയാളുടെ കയ്യിൽ പണവും സ്വർണവും ആവശ്യത്തിലധികമാണെന്നും അപ്പോൾ എന്ത് ധാരാളിത്തം വേണമെങ്കിലും കാണിക്കാലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുവാണേ. അപ്പം ഇദ്ദേഹം ചടങ്ങിന് വരുന്നില്ല. പിന്നെ മോൾക്ക് നല്ലൊരു നെക്ലേസ് വാങ്ങി കൊടുക്കുന്നത് ധാരാളിത്താണോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, തനിക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യാം എന്നും പറഞ്ഞു മുത്തശ്ശൻ. അപ്പോഴേക്കും എന്നും പറഞ്ഞ് നിൽക്കുക മുത്തശ്ശി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അവളിപ്പോൾ എൻ്റെ ബിസിനസ് തകർത്ത് ഒരുത്തൻ്റെ ഭാര്യയാണ്. അതിൻ്റെ ദേഷ്യം എനിക്ക് ഈ ജന്മം തീരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും മുത്തശ്ശി ഇങ്ങനെ ചിരിക്കുക പതുക്കെ. നെക്ലേഴ്സ് എന്നല്ല അസൽ നെക്ലേഴ്സ് അച്ഛാ, നമ്മുടെ ജ്വല്ലറിയിൽ ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത്രയ്ക്ക് ഇതെനിക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ തനിയെ കാണിക്കുക, എന്നിട്ട് വിഷുവിന് ഈ മോഡലുള്ള കുറച്ച് നെക്ലേഴ്സ് പണിത് വയ്ക്കാൻ പറ. അപ്പോൾ അത് കേട്ടപ്പം നയനമോള് നല്ലൊരു ഡിസൈനറാ അച്ഛാ, അതുകൊണ്ട് മോൾക്ക് കൊടുക്കാൻ ഏത് ഫാഷനിലൊരു സ്വർണം വാങ്ങിയാലും അത് മോൾക്ക് തൃപ്തി വരണമെന്നില്ല എന്ന് ദേവയാനി മുത്തച്ഛനോട് പറയുക. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ഉറപ്പായിട്ടും മോൾക്ക് ഇഷ്ടപ്പെടും, 100% ഉറപ്പാണെന്ന് ദേവയാനി പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നോക്കുക മുത്തശ്ശനെ നേരെ ഒരു ചിരിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അടക്കി പിടിക്കാൻ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക. അപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് മുത്തശ്ശൻ ചാടിക്കയറി അങ്ങ് പറഞ്ഞു. അപ്പം ദേവയാനി ഇങ്ങനെ പറഞ്ഞ് നോക്കുക. അല്ലെങ്കിൽ തന്നെ ഇത്തരം ചടങ്ങുകൾക്ക് അത്യാവശ്യം സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുക്കണം, പക്ഷേ ഇതുപോലെ ലക്ഷങ്ങളുടെ സ്വർണം കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് മുത്തശ്ശൻ അവിടെ നിന്ന് പറയുന്നു. അപ്പോൾ ദേവയാനിക്കും ജയനും അത് വിഷമമായി. ഇതിൻ്റെ പണിക്കൂലി തന്നെ നല്ലൊരു തുക വരുമല്ലോ, പിന്നെ വയസ്സാം കാലത്ത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഒരു നോട്ടം, അതുപോലെ തന്നെ മുത്തശ്ശൻ തിരിച്ച് മുത്തശ്ശിയെ ഒരു നോട്ടം, അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ആദർശും മറ്റേ നാഗേന്ദ്രനും നേർക്ക് നേരെ വന്നിരിക്കുന്നു. തലനാരിഴയ്ക്കാണ് അയാൾ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയില്ല എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുകട്ടെ. എല്ലാവർക്കും ടാറ്റാ.